സമൂസ അവിടെ നിൽക്കാതെ ഞാൻ നിൽക്കണി ഞാൻ നിൽക്കട്ടെ എന്നിട്ട് ബുർണാണി അസ്സലാമലൈക്കും. ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഇന്ന് പുട്ടാണ്, പുട്ടും പാർട്സിൻ്റെ കറിയാണ് കേട്ടോ രാവിലെ. അപ്പോൾ പാർട്സിൻ്റെ കറി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിനി. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇനി പുട്ട് ചൂടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി പള്ളിയിൽ പോകാനുള്ള ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇസ്തിരി ഇടാണ്ട്, അപ്പോൾ ഇസ്തിരി ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇസ്തിരിയിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 6 മണി ആവാനായി. അപ്പം മക്കളൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നീ നോക്കട്ടെ, മൈലാഞ്ചിട്ടാക്കട്ടെ, മൈലാഞ്ചി ചോന്ന് നോക്കട്ടെ. മറ്റേ വീട് ഇപ്പുറം കാണിക്കും. നമുക്ക് വിളിക്കാം. അപ്പോൾ പള്ളിയിൽ പോകാനുള്ളവരൊക്കെ പള്ളിയിൽ പോയി. 7 മണിക്കാണ് നിസ്കാരം. അപ്പോൾ നേരത്തെ തന്നെ പോയിക്കണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാളും കുളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. ഞാൻ നിൽക്കട്ടെ എന്നിട്ട് നേരെ നിൽക്കുക കിട്ടണ്ട. അപ്പം മക്കളൊക്കെ പോയി. ഒരു നാത്തൂൻ്റോടൊക്കെ പോയതാണ്. തറവാട്ടിൽ പോവും, പിന്നെ അവിടുന്ന് ഉപ്പൻ്റെ കബർമുറത്ത് പോവും. അല്ല, ആദ്യം ഉപ്പൻ്റെ കബർമുറത്ത് പോവും, എന്നിട്ട് അവിടുന്ന് ഉമ്മൻ്റെ അടുത്തേക്ക് പോവും തറവാട്ടിൽ. അവിടുന്ന് പിന്നെ നാത്തൂൻ്റെ വീട്ടിലേക്ക് ഒരു പെങ്ങളും കൂടെ ഉണ്ട്, കുറ്റാളൂർ, അങ്ങോട്ടേക്ക് പോവും. ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുളത്തിനേക്ക് നമുക്ക് ബിരിയാൻ വെക്കാം. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ വരാനുള്ളത് ഞങ്ങളാണ് എല്ലാ കൊല്ലം വരല്. വരുമെന്നുള്ളത് അറിയില്ല, വരുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, എന്താണാവോ, വന്നാൽ കാണാം. തക്കാളിയൊക്കെ ഒന്ന് ബിരിയാണിയിലേക്കുള്ള ലഗോൺ ബിരിയാണി കേട്ടോ. ആദ്യം ചിക്കനൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ബിരിയാണി വെക്കുന്നത്. കൈ മുറിഞ്ഞു
അവിടെ ബാക്കിലത്തെ വീട്ടിൽ അറവുണ്ട്. അപ്പം അവിടെ പശുവിനെ കുളിപ്പിക്കുന്നൊക്കെ ഭയങ്കര ജഗപോക. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് അതിൻ്റെ ഒന്ന് പോയി നോക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറവുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇല്ല. 3 പ്രാവശ്യം നമ്മൾ അറുത്തേക്കണം. പ്രാവശ്യം ഇവിടുന്ന് തന്നെ അറുത്ത്, പിന്നെ 2 പ്രാവശ്യം ഷെയർ ഇട്ടിട്ടും അറുത്തേക്കണം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇതുണ്ടെങ്കിൽ അറക്കണം. ഞാൻ ചെറുതൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ഇറച്ചി കിട്ടും. എന്നിട്ട് ചെമ്പട്ടിയിലൊക്കെ ആക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പൊങ്ങിയിട്ടുണ്ട്. വേറെ ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ല. വലിയ ചെമ്പട്ടിയിൽ നിറച്ച് കണ്ട് മടുക്കുക. ഇത്രക്കും തോന്നൽ കിട്ടും. അപ്പം 1 2 പൊടി കിട്ടിയാ കിട്ടി, ഇത്രേ ഉള്ളൂ. ബിരിയാണിയിലേക്കുള്ള ഉള്ളിയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ബിരിയാണി വെക്കണമെന്ന് കാണിക്കണ്ടല്ലോ. ഈ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വിളിക്കട്ടെ. ബുർണാണി. അപ്പോൾ ഇനി ചോറ് തിന്നട്ടെ. ചോറ് തിന്ന് ഇനി കിടന്നുറങ്ങണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. അതിൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.